ലോക ഉറക്ക ദിനത്തോടനുബന്ധിച്ച് ഡ്രൈവ് എവേക്ക് ഡ്രൈവ് എലൈവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഡ്രൈവർമാർക്ക് സുരക്ഷിതമായ ഡ്രൈവിംഗിനെ കുറിച്ചും ഉറക്ക തകരാറുകളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സൊസൈറ്റി ഓഫ് ന്യൂറോ ഡയഗ്നോസ്റ്റിക് ടെക്നോളജി, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, അനന്തപുരി ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ 43,000-ത്തിലധികം അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 4,000 പേരും മരണപ്പെട്ടു. ഈ അപകടങ്ങളിൽ 20%-ത്തിലധികം അപകടങ്ങളും ഡ്രൈവർമാർ ഉറങ്ങിയത് മൂലം സംഭവിച്ചവയാണ്. ദിനംപ്രതി റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായൊരു പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം അപകടങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഡ്രൈവർമാരുടെ ശൃംഖല ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നും ഇതുവഴി റോഡപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ക്യാമറകളിൽ ഫിറ്റ് ചെയ്യാനും നമ്മൾ നിർബന്ധമായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. പ്രഖ്യാപിച്ചിട്ടില്ല, ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്യാമറ സംവിധാനം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ തങ്ങളെ നിരീക്ഷിക്കാൻ ഒരു സംവിധാനമുണ്ട് എന്നുള്ളൊരു തോന്നലെങ്കിലും ഒരു പരിധി വരെ ഡ്രൈവർമാർക്ക് വാഹനങ്ങൾ കൃത്യമായി ഓടിക്കാനും അതോടൊപ്പം തന്നെ ഉറക്കമില്ലാതെ ഓടിക്കാനും ഒക്കെയുള്ള ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. കേരളത്തിലെ റോഡുകളിലെ അപകടങ്ങളിൽ 5-ൽ 1 ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ഡ്രൈവ് എവേക്ക് ഡ്രൈവ് എലൈവ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സെമിനാറുകളും സംഘടിപ്പിക്കും. 125ഓളം പൊതുഗതാഗത ഡ്രൈവർമാർ പരിപാടിയുടെ ഭാഗമായി. അനന്തപുരി ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മാർത്താണ്ഡപിള്ള, സൊസൈറ്റി ഓഫ് ന്യൂറോ ഡയഗ്നോസ്റ്റിക് ടെക്നോളജിയുടെ പ്രസിഡന്റായ സജീഷ് പരമേശ്വരൻ, ജീൻബർട്ട് ലോഡ്സൺ, ഡോക്ടർ അനിൽകുമാർ TV, ഡോക്ടർ മുഹമ്മദ് കുട്ടി, പ്രൊഫസർ രാജശേഖരൻ നായർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.